നമുക്ക് കൊല്ലത്തേക്ക് കൂടിയൊന്ന് പോകാം. കൊല്ലം ബീച്ച് റോഡിൽ കടത്തിണയിൽ അന്തിയുറങ്ങുന്നവർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ദിലീപ്, വെരി ഗുഡ് ഈവനിങ് ദിലീപ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൂടി പ്രേക്ഷകരെ ഒന്ന് കാട്ടിക്കൊടുക്കണം. കൊച്ചിയുടെയും കോഴിക്കോടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും കാഴ്ചകൾക്ക് സമാനമാണോ കൊല്ലത്തും? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഉറ്റവരും ഉടയവരുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അന്തിയുറങ്ങാൻ തെരുവോരം തന്നെയാണ് നമ്മളെല്ലാവരും പണ്ട് മുതലേ കേട്ടത്. നോക്കൂ, ഓരോരുത്തരും ഉറങ്ങുന്ന അതിദയനീയമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തലയ്ക്ക് മീതെ ആകെയുള്ള ആ വസ്തുക്കൾ ഉപയോഗിച്ച് തലയ്ക്ക് മീതെയുള്ള ആ ചാക്കുകെട്ടിലാണ് അവരുടെ ആകെയുള്ള സമ്പാദ്യം. ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ. റോഡ് അരികിൽ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ ഇവർ കിടക്കുന്നത്. നേരത്തെ നാട്ടികയിൽ റോട്ടിൽ കിടന്നെങ്കിൽ ഇത് റോഡ് അരികിൽ, റോഡും ഫുട്പാത്തിലാണ് അവർ കിടക്കുന്നത്. അങ്ങനെയുള്ള നിരവധി ആളുകളാണ് ഈ കൊല്ലത്ത് ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടെ കാണിക്കാം. ഇത് മറ്റെന്തോ ഒരു ജോലി കഴിഞ്ഞെത്തി സുഖമായി കിടക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ചിരിച്ച് കെട്ടിയത് കാണാം. അത് ഇപ്പോൾ കിടക്കുന്നില്ല, ഒരുപക്ഷെ എടുക്കുമെന്ന് കരുതിയിട്ടാകാം അങ്ങനെ വെച്ചത്. മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മാറിക്കിടക്കുന്ന ആളുകളാണ്. രാവിലെ ആകുമ്പോൾ ഈ കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ ഒരാൾ കിടന്ന ഒരു അടയാളം പോലും ഇല്ലാതെ എല്ലാം തന്നെ വാരിയെടുത്ത് തൊട്ടടുത്ത് എന്തെങ്കിലും ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ജീവിതങ്ങളാണ് ഇങ്ങനെ ഈ വഴിയോരത്ത് കഴിയുന്ന. ആരുമില്ലാത്തവർ മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത്. അവർക്കൊന്നും ജോലിയില്ല, നേരത്തിന് ഭക്ഷണമില്ല. അങ്ങനെ നിരവധി ആളുകൾ നമ്മൾ ഈ റോഡരികിൽ തന്നെ, അതൊക്കെ ഫുട്പാത്തിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. അതിൻ്റെ ഇടയിൽ കഴിയുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് കിടക്കുന്നത്. നോക്ക്, വിരിച്ച് കിടക്കുന്ന. ചേട്ടാ, പേരെന്താ? അബ്ദുൽ സത്താർ. മലയാളിയാണോ? ഇല്ല, മലയാളില്ല. മലയാളം നന്നായിട്ട് അറിയോ? കുറച്ച്. ഏതാ നാട്? ആസാം. എന്താ ജോലി? ഹോട്ടൽ പണി. എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഹോട്ടൽ പണി. എവിടെയാ? എങ്ങോട്ടൊക്കെ? ഹോട്ടൽ പണി അല്ലേ? ഓക്കെ. അല്ല, പകല് എവിടെ പോകും? പൈസ ഒക്കെ എങ്ങനെ? കൂലി കിട്ടുമോ? ഇപ്പോ ജോലി ഇല്ല, പൈസ ഇല്ല. ഭക്ഷണം കഴിച്ചോ? ദിവസം ഇവിടെയാണോ കിടക്കുക? ദിവസവും ഇവിടെയാണോ കിടക്കാറ്? ദിവസം എവിടെ? എത്ര വർഷം ഇവിടെ കിടക്കുന്നു? ഇവിടെ 1 മാസമായ. 1 മാസം. അതിനു മുമ്പ് എവിടെയായിരുന്നു? വേറെ കടകളിലെ ജോലിയുണ്ട്, ജോലി ഇല്ല ഇപ്പോൾ. പോകും. ഈ കൊല്ലത്ത് മാത്രമാണോ, അല്ലെ കൊല്ലത്തിന്റെ പുറത്തോട്ട് പോകാൻ? കൊല്ലത്ത് എത്ര കൊല്ലായി? കുറേ കാലമായോ കൊല്ലത്ത്? മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട്. ഇതാ കൊതുകുതിരിയൊക്കെ ഡോക്ടർ അരുൺകുമാർ നോക്കൂ, ഈ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച്. ഇതാണോ ഡ്രസ്സൊക്കെ ഉള്ള ബാഗാണോ അത്? അതോ ഉള്ള ആകെ? കുടുംബം, കുട്ടികളൊക്കെ? ഒന്നുമില്ല. ഒറ്റയ്ക്ക്. വേറെ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? സുഹൃത്തുക്കൾ അറിയില്ല അല്ലേ? അങ്ങനെ എനിക്കും ഹിന്ദി അറിയില്ല. അങ്ങനെ കഴിയുന്നവരാണ്. കൂടുതൽ ഒന്നുമില്ല. ഇങ്ങനെ നിരവധി പേരാണ് ഓരോരുത്തരും ഇങ്ങനെ കഴിയുന്നത്. കാഴ്ചകളൊക്കെ വേദനിപ്പിക്കുന്ന കാഴ്ചകളുമാണ്. പക്ഷേ അവരുടെ അരക്ഷിതാവസ്ഥ നമ്മൾ അധികാരിയുടെ മുന്നിലേക്ക് ഏൽക്കുകയാണ്. മറ്റൊരാൾ കൂടിയുണ്ട് അല്ലേ? ഡോക്ടർ അരുൺകുമാർ, അവരൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് നിൽക്കുന്നവരാണ്. എല്ലാവരും തന്നെ കിടക്കുന്നത് ഈ വഴിയിൽ തന്നെയാണെന്ന് പറഞ്ഞ. ജോലിയൊക്കെ വളരെ കുറവാണ്. ശമ്പളം, കൂലിയൊക്കെ. ജോലി ഉണ്ട് ചേട്ടാ? ചെറുതായിട്ടുണ്ട് അല്ലേ? വീട് എവിടെയാ? കോട്ടമുക്ക്. എന്താ ഇവിടെ കിടക്കുന്നത്? പല പ്രശ്നങ്ങളുള്ളവര്, സാമ്പത്തിക ശേഷിയില്ലാത്തവർ, സ്വന്തമായി കൂരയില്ലാത്തവർ, അനാഥമാക്കപ്പെട്ട മനുഷ്യർ, അവരൊക്കെയാണ് തെരുവിൽ കിടക്കുന്നത്. പലരും ആ ദിവസത്തെ സമ്പാദ്യം തൻ്റെ മക്കൾക്കും കുടുംബത്തിനും തിരിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി തീർത്തും അരക്ഷിതമായ വഴിയോര ജീവിതം നയിക്കുന്ന മനുഷ്യരെയാണ് ഈ രാത്രിയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ എറണാകുളത്തേക്ക്, താങ്ക് യു ദിലീപ്. എറണാകുളത്ത് ഒരിക്കലും